ഹായ് മക്കളെ, നിങ്ങൾ എല്ലാവരും കേരള യങ് ജീനിയസ് എക്സാമിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത് 3 ലെവലിലായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളുകളിൽ തന്നെയാണ്. അവിടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മിടുക്കന്മാർക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ വേണ്ടി കഴിയും. അത് ഡിസ്ട്രിക്ട് ലെവലാണ്. അവിടെ സോണിലായിട്ടായിരിക്കും എക്സാമുകൾ ഉണ്ടായിരിക്കുക. 3 സോണുകളാണ് ഉള്ളത്: സൗത്ത്, നോർത്ത്, സെൻട്രൽ. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയായിരിക്കും എക്സാമുകൾ ഉണ്ടായിരിക്കുക. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മിടുക്കന്മാർക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാം. അത് സ്റ്റേറ്റ് ലെവലാണ്. അവിടെ 2 രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. നിങ്ങൾ എത്രത്തോളം സബ്ജക്റ്റിൽ അടിപൊളിയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ആൻഡ് അടുത്തത് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ടൈപ്പ് ആണ്. നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം അതിലുള്ള നോളജ് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകൾക്കാണ് അടിപൊളിയായിട്ടുള്ള സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും ഒക്കെ ഇവിടെ ഉള്ളത്. അപ്പൊ മക്കളെ, നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 7th പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6th നിങ്ങളുടെ മുമ്പത്തെ വർഷത്തെ സിലബസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾ ഇനി ഭാവിയിൽ എഴുതാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, എൻട്രൻസ് എക്സാമുകളുടെ അതേ പാറ്റേണുകളിലായിരിക്കും ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോക്ടർ, എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എക്സാമുകൾ ഷുവർ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.